പ്ലാവിൻ്റെ തടി നമ്മൾ സെലക്ട് ചെയ്യുമ്പം വരിക്കപ്ലാവിൻ്റെ ആണ് കാഠിന്യമുള്ള തടി, അതാണ് മരം സെലക്ട് ചെയ്ത് വെട്ടിയിട്ട് മില്ലിൽ കൊണ്ടുപോകുന്നു. അത് നമുക്ക് ആവശ്യമുള്ള പീസ് ലെയ്ത്തിലാണ് കടയുന്നത്. മൃദംഗം ഉണ്ടാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും, അത് എത്ര നാളെടുക്കും ഒരു മൃദംഗമായി ഒരു തടി മേടിച്ചു കഴിഞ്ഞാൽ, നമ്മളതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് പല അളവിലുള്ള മൃദംഗങ്ങളും പല രീതിയിലുള്ള മൃദംഗങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലെയ്ത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ഒരു ഇഞ്ച് കൂടെ കൂട്ടിയിട്ടിട്ട് ഇത് കട്ട് ചെയ്യും. ഇതിപ്പോൾ 24 ഇഞ്ചെന്ന് പറഞ്ഞു, 24ആണ്, 25 ഇഞ്ചിന് കട്ട് ചെയ്തിട്ട് അത് മില്ലിൽ കൊണ്ടുപോയി അത് എല്ലാം ചെത്തി ലെവലാക്കി കട്ട് പീസാക്കി നമ്മുടെ ലെയ്ത്തെ കയറ്റി കടഞ്ഞിട്ട് അതിൻ്റെ ഉള്ളു നമ്മൾ ലെയ്ത്തിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. എടുത്തിട്ട് അത് തടി ഉണങ്ങിയതിന് ശേഷം, ഉണങ്ങാനായിട്ട് നമുക്ക് വെയിലത്തൊന്നും വെക്കാൻ പറ്റില്ല, തടി പൊട്ടിപ്പോകുന്നു വെയിലത്ത് വെച്ചാൽ. അത് നമ്മൾ ഉണങ്ങിയതിന് ശേഷം കാറ്റ് കയറി ഇങ്ങനെ ഈ രീതിയിൽ ഹോളായിട്ടിരിക്കുന്ന സാധനം ഇങ്ങനെ വെച്ചിട്ട്, തോലൊക്കെ ഇടുന്നതിന് മുമ്പുള്ള കാര്യമാണ്. തോലല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് എയർ ഹ്യൂമിഡിറ്റി വന്നിട്ട് തോല് രണ്ട് സൈഡിലും പോകും പെട്ടെന്ന്. അതുകൊണ്ട് എല്ലാം തടി ഉണങ്ങിയതിന് ശേഷം ഏതാണ്ട് ഒരു വർഷക്കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ തോലൊക്കെ ഇടുന്നത്. അത് അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന തോല് അത് ആടിൻ്റെയാണ്. ഇത് ഈ കനമുള്ള തോല് പുറത്തോട്ടിരിക്കുന്നത് പോത്തിൻ്റെ തോലാണ്. അതിനകത്ത് ഒരു പശുവിൻ്റെ തോലും കൂടെ ഉണ്ട്. അങ്ങനെ ഇത് ഒരു 3 ലെയറാണ് ശരിക്കും പറഞ്ഞാൽ തോല്. ഈ ബ്ലാക്ക് സ്റ്റോൺ ഇട്ടേക്കുന്നതിൻ്റെ പുറത്തോടുള്ള തോല് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം ഈ ബ്ലാക്ക് സ്റ്റോൺ ഇട്ടേക്കുന്ന ആടിൻ്റെ തോലാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് കാണിച്ചു തരാം. ശരിക്കും ഇത് പശുവിൻ്റെ തോലാണ്. ഈ പശുവിൻ്റെ തോലാണ് ഈ തോല്. ലെഫ്റ്റ് സൈഡിന് പോത്തിൻ്റെ തോല് കഴിഞ്ഞിടുന്ന തോല ഇതാണ്. റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ വരന്തല വായിക്കുന്ന തോലെന്ന് പറയും. അതിന് ശേഷം അതിനകത്തിടുന്നത് ഇത് ആടിൻ്റെ തോലാണ് റൈറ്റ് സൈഡിലിടുന്നത്. ഇപ്പോൾ രോമം കളയാത്ത തോലാണ്. ഇത് ഇരിക്കും. രോമം കളഞ്ഞ തോല് ഞാൻ കാണിച്ചു തരാം. രോമം കളഞ്ഞ തോല് കാണിക്കും. ഇതാണ് ഇത് ആടിൻ്റെ തോല. ഇതിലാണ് നമ്മൾ ചോറിടുന്നത്. മൃദംഗത്തിനും തവലയ്ക്കും എല്ലാം കോമണാണ്. നമ്മളുടെ ഈ ചോറ് അല്ലെങ്കിൽ കള ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ശില കൃഷ്ണശില എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഇതൊരു ശരിക്കും ഫുൾ ബ്ലാക്കിലുള്ളതാണ്. ഇതിന് പോറൽ വീഴത്തില്ല. നിങ്ങൾക്ക് കാണാം, ഇത് ഏതാണ്ടൊരു കോഴിമുട്ടയുടെ ആകൃതിയിലുള്ളതാണ്. ഉള്ള സ്റ്റോണാണ്. അതിൻ്റെ ചൂട് കൊണ്ട് ഇതിങ്ങനെ ചെറിയ വിരിയൽ വീഴും. ഓരോ ലെയർ ബൈ ലെയറായിട്ട് അത് ഇടുന്ന ഒരു പേപ്പർ കനത്തിന് ലെയർ ഇടുന്നു. ഈ കല്ലിൽ ഇങ്ങനെ ഉരയ്ക്കുന്നു. ചോറെല്ലാം ഇട്ട് കഴിഞ്ഞ് അവസാനത്തേതാണ് നമ്മുടെ ട്യൂണിങ് എന്ന് പറയുന്നത്. ട്യൂണിങ്ങിന് ഞാൻ പറഞ്ഞു പല അളവുണ്ട്, ഡയമീറ്റർ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ചോറിൻ്റെ അളവ് അനുസരിച്ചിട്ടാണ് ഏത് ശ്രുതിക്ക് വേണം എന്നുള്ളത്. അപ്പോൾ ട്യൂൺ ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ ഈ റോപ്പ് അല്ലെങ്കിൽ വാറ് ഇത് വലിക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് കാണിച്ചപ്പോൾ നമുക്ക് 2 ഘട്ട ശ്രുതിക്കാണ് വേണ്ടെങ്കിൽ അതാക്കുന്നതൊന്ന് കാണിച്ചു തരും. എല്ലാ സൈഡിലും ഒരേ ടൈറ്റ്നെസ് വരണമെന്നാണ് ഇതിൻ്റെ ടെക്നോളജി. നമ്മൾ വലിക്കുമ്പോൾ ഒരു സൈഡ് ആവേശം കൂടി വലിച്ചു കഴിഞ്ഞാൽ ആ സൈഡ് കൂടിപ്പോവും. അപ്പം പിന്നെ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാ സൈഡിലും ഒരേ ശ്രുതി വരണമെങ്കിൽ ഒരേപോലെ ഫോഴ്സിൽ വലിക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് ഇത് ട്യൂൺ ചെയ്യുന്നത്.
നമ്മളൊരു നമ്മളുടെ ടെക്നോളജിയിൽ വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ മൃദംഗമാണ്. ഈ രണ്ടും മൃദംഗമൊന്നും നമുക്ക് കമ്പാരിസൺ ചെയ്യാം. തമ്മിലുള്ളൊരു വ്യത്യാസവും അതിൻ്റെ പ്രശ്നങ്ങളുമാണ് പറയുന്നത്. ഇതിനിപ്പം നമ്മൾ ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു 3 ശ്രുതിക്കോ അല്ലെ 4 ശ്രുതിക്കുള്ള മൃദംഗം നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ 4 മൃദംഗം തന്നെ കൊണ്ടുപോകണം. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ ഈ റൈറ്റ് സൈഡ് മാത്രം ഊരിയിടുക എന്നുള്ള ഇതിൽ ഇങ്ങനെ ചെയ്തത്. ചെയ്യുള്ളൂ, ബാക്കി ഇത് കോമണാണ്. അപ്പം നമുക്കിപ്പോൾ ഇതിപ്പം ശരിക്കും 24 ഒരു മൃദംഗത്തിൻ്റെ ഇതാണ്, അതായത് മെയിൽ മൃദംഗത്തിനെയാണ്. ഇനി ഒരു ഫീമെയിൽ വേണമെങ്കിൽ ഈ സൈഡിൽ അളവ് ഇതിപ്പം മുമ്പേ പറഞ്ഞു ഡയമീറ്റർ 6.25 ഒരു 6.25 വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിവിടെ ജോയിൻ്റ് ആകുന്ന പോലെ വെച്ചാൽ മതി. അങ്ങനെ വെച്ച് ഇങ്ങനെ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ശ്രുതി വരുമ്പോൾ അതിങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം ഉണ്ടാവും. ലെഫ്റ്റ് സൈഡ് കോമൺ ആണ്.